തൃശൂർ ജില്ലയിൽ ഗുരുവായൂർ ക്ഷേത്രം. എന്താണ് ഇതിന്റെ ഐതിഹ്യം? ഉദ്ധവരുടെ നിർദ്ദേശപ്രകാരം ബൃഹസ്പതി എത്തിയപ്പോഴേക്കും ദ്വാരക കടലിനടിയിലായി. മാതാപിതാക്കൾ പൂജിച്ച വിഗ്രഹം കടൽ വെള്ളത്തിൽ ഒഴുകി നടക്കുന്നത് ദേവഗുരു കണ്ടു. ഉടനെ വിഗ്രഹം എടുക്കുവാൻ ബൃഹസ്പതി ശിഷ്യനായ വായുദേവനെ വിളിച്ചു. ഇരുവരും കൂടി വിഗ്രഹം കരയ്ക്കെത്തിച്ച് പ്രതിഷ്ഠിക്കാൻ ഉചിതമായ സ്ഥാനം തേടി ഭാരതം മുഴുവൻ യാത്ര ചെയ്തു. ഒടുവിൽ ഭാർഗവ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് കടലിനരികിലായി അതിമനോഹരമായ ഒരു താമരപ്പൊയ്ക കണ്ടു. അതിനു സമീപമായി പാർവതി പരമേശ്വരന്മാരെയും കാണാൻ കഴിഞ്ഞു. അവർ താഴെ ഇറങ്ങി പാർവതി പരമേശ്വരന്മാരെ വന്ദിച്ചു. ശിവൻ ഈ സ്ഥലത്തിന്റെ മഹാത്മ്യം ബൃഹസ്പതിക്കും വായുദേവനും വിവരിച്ചു കൊടുത്തു. ഈ സ്ഥലം തന്നെയാണ് വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്നതിന് ഏറ്റവും ഉചിതമായ സ്ഥലം എന്നവർ തീരുമാനിച്ചു. അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട മഹാവിഷ്ണു അവർക്ക് സർവശ്രേയസ്സുകളും നൽകി. അങ്ങനെ ദേവഗുരുവും ശിഷ്യനായ വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയ സ്ഥലം, ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയപ്പോൾ ഗുരുവായൂർ എന്നറിയപ്പെട്ടു. അവിടുത്തെ ദേവൻ ഗുരുവായൂരപ്പനായും അറിയപ്പെടുന്നു.